ശരി, വെറുമൊരു ഓൺലൈൻ തമാശ എങ്ങനെ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പ്രതിഷേധമായി മാറിയെന്ന് നമുക്കൊന്ന് നോക്കാം. അത്ഭുതം തോന്നുന്നില്ലേ? ഒരു ഇന്റർനെറ്റ് ട്രോൾ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ ഓൺലൈനിൽ എങ്ങനെയാണ് അട്ടിമറിച്ചത്? സത്യത്തിൽ ബിജെപിയെയും ആപ്പിലെയും ബഹുദൂരം പിന്നിലാക്കി 2.1 കോടി ഫോളോവേഴ്സുമായി സിജെപി എന്ന ഈ പ്രസ്ഥാനം കുതിക്കുകയാണ്. എല്ലാം തുടങ്ങിയത് വളരെ പെട്ടെന്നാണ്. യുവാക്കളെ പാറ്റകളെന്ന് വിളിച്ച ഒരു വിവാദ പരാമർശമാണ് ഇതിന് തിരികൊളുത്തിയത്. ഇതൊരു തമാശ മാത്രമല്ല കേട്ടോ, കടുത്ത നൈരാശ്യത്തെ നേരിടാനുള്ള യുവാക്കളുടെ ഒരു അതിജീവന തന്ത്രമായാണ് സാമൂഹ്യശാസ്ത്രജ്ഞർ ഇതിനെ കാണുന്നത്. തീർച്ചയായും ഉയർന്ന തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും സൃഷ്ടിക്കുന്ന വ്യവസ്ഥാപിതമായ നൈരാശ്യമാണ് ഈ പ്രസ്ഥാനത്തിന് ഇന്ധനമാകുന്നത്. ഈ പൊട്ടിച്ചിരികൾക്ക് പിന്നിലെ സത്യമെന്താണെന്നോ? ജോലിയില്ലാത്തതിന്റെ നാണക്കേടും സിസ്റ്റത്തോടുള്ള കടുത്ത നിരാശയുമാണ് അവിടെ മറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ വിജയങ്ങൾ ഒരു വശത്ത്, എന്നാൽ മറുവശത്ത് രാജ്യം നേരിടുന്ന സാമ്പത്തിക മുരടിപ്പിലേക്കാണ് സാമ്പത്തിക വിദഗ്ധനായ സുർജിത് ഭല്ല വിരൽ ചൂണ്ടുന്നത്. യാഥാർത്ഥ്യം ഇതാണ്. $US അടിസ്ഥാനമാക്കിയുള്ള GDP വളർച്ചയെടുത്താൽ ഇന്ത്യ ആഗോളതലത്തിൽ 16ാം സ്ഥാനത്താണ്. പോരാത്തതിന് രൂപയുടെ മൂല്യത്തകർച്ചയും വിദേശ നിക്ഷേപത്തിലെ കുറവും വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളെയാണ് എടുത്തുകാണിക്കുന്നത്. ജനങ്ങളുടെ ഈ നിരാശയാണ് വൈറൽ മീമുകളിലൂടെ ഡിജിറ്റൽ പിക്കറ്റ് ലൈൻ എന്ന പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രതിഷേധത്തിന് ജന്മം നൽകിയത്. മീമുകളാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ ഗൗരവമുള്ളതാണ്. ജുഡീഷ്യൽ, തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ഒക്കെ ഇവരുടെ പ്രകടന പത്രികയിലുണ്ട്. കൂടാതെ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരിപ്പോൾ നേരിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന IB റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ച് സർക്കാർ ഇതിനോട് വളരെ കർശനമായാണ് പ്രതികരിച്ചത്. IT നിയമത്തിലെ സെക്ഷൻ 69 ഉപയോഗിച്ചാണ് ഈ ഓൺലൈൻ മുന്നേറ്റത്തെ തടയാനുള്ള നിയമപരമായ ന്യായീകരണം അവർ കണ്ടെത്തിയത്. പെട്ടെന്ന് തന്നെ സർക്കാർ ഇടപെട്ടു. കൃത്യമായ നടപടികളിലൂടെ അവരുടെ പ്രധാന ആശയവിനിമയ മാർഗങ്ങളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ വൈറൽ ട്രെൻഡുകൾ യഥാർത്ഥ നയങ്ങളെ സ്വാധീനിക്കുമോ അതോ വെറുതെ മായ്ക്കപ്പെടുമോ? നിങ്ങളുടെ അഭിപ്രായമെന്താണ്?